നിങ്ങൾ ഇതുപോലത്തെ ഒരു തറവാട് കണ്ടിട്ടുണ്ടോ? തിരുവല്ലക്കടുത്ത് ഇരുപേരൂരാണ് ഈ തറവാട് വരുന്നത്. ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയ ഒരു തറവാടാണിത്. നമ്മുടെ നാട്ടിൽ വളരെ റെയറായിട്ട് മാത്രമേ ഇതേപോലത്തെ തറവാടൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഉള്ള തറവാടുകൾ പലതും പൊളിച്ചു കളയുകയും പലതും റിനോവേറ്റ് ചെയ്ത് കുളമാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില തറവാടുകൾ മാത്രമാണ് ഇതേപോലെ തനതായ ശൈലിയിൽ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു സിനിമക്ക് സെറ്റിട്ടാണെന്ന് തന്നെ വിചാരിക്കും. കാരണം അതുപോലത്തെ ആണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം. പക്ഷേ ഇതൊരു അടിപൊളി തറവാട് തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടി. നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലത്തെ ഒരു സ്പേസിൽ ഇങ്ങനെ ഒരു തറവാട് ഇരിക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നന്നായിട്ട് കാലപ്പഴക്കമുള്ള ഒരു തറവാട് തന്നെയാണിത്. പക്ഷേ ഇത് റിനോവേറ്റ് ചെയ്ത് പുതിയ രീതിയിൽ പണിത് വെച്ചിരിക്കുന്നതെന്ന് മാത്രം. ഇതിൻ്റെ പണികളെല്ലാം തന്നെ മരത്തിലാണ് തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിൽ തന്നെ ആയിട്ടൊരു കിണർ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഈ ഒരു വീട് കാണുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ വെക്കേഷനൊക്കെ അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ഇതുപോലത്തെ വീടുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നമ്മളിനി ഭാവിയിൽ കുട്ടികൾക്കൊക്കെ ഫോട്ടോ മാത്രം കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. എല്ലാവരും ആധുനിക സൗകര്യങ്ങളിലേക്കും പുതിയ രീതികളിലേക്കും മാറി ചിന്തിക്കുമ്പോൾ ഇതുപോലത്തെ ചില തറവാടുകൾ മാത്രം ഇപ്പോഴും നിലനിന്ന് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലത്തെ തറവാടുകളിലൊക്കെ വരുമ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ കയറാനൊക്കെ അനുവാദം മേടിച്ചിട്ട് വേണം കയറാൻ വേണ്ടി. നമ്മളിപ്പോൾ ഈ കാണുന്ന തറവാട്ടിൽ താമസമൊന്നുമില്ല, എന്നാലും ചോദിച്ചിട്ട് വേണം കയറാൻ. പക്ഷേ ചില തറവാടുകളിലൊക്കെ ഇപ്പോഴും താമസം ഉള്ളതുണ്ട്. അപ്പോൾ ഇത് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് നേരെ കയറി ചെല്ലരുത്. അവരോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വേണം ഇതുപോലെ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി. ശരിക്കും ഏതൊരു ഭാഗത്ത് നോക്കിയാലും പഴമ തുടിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ തറവാട്ടിൽ. ഉള്ളിൽ കയറി കാണണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്കത് സാധിച്ചില്ല. ഒരുപക്ഷെ കുറച്ച് നേരം കൂടി നിന്നിരുന്നെങ്കിൽ അതിന് സാധിച്ചാനെ. എന്നിരുന്നാലും പുറത്തുനിന്ന് കാണാൻ തന്നെ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഓരോ തവണ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ വീടുകളൊക്കെ തപ്പി നടക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ മുമ്പിൽ വന്നൊരു വീടാണ്. ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. വന്നത് എന്തായാലും അതൊരു നല്ല കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ഇതേപോലത്തെ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.